അഭിമന്യു കൃഷ്ണയെ മുറുകെ പുണർന്നു. കുറെ നേരം ഇരുവരും ആ നിൽപ്പ് തുടർന്നു. കൃഷ്ണയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അഭി അവളുടെ തലയിൽ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അല്പനേരത്തിനു ശേഷം അവളെ നെഞ്ചിൽ നിന്നടർത്തി കണ്ണുകൾ തുടച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. കൃഷ്ണയെ കട്ടിൽ ഇരുത്തി അവൾക്ക് എതിർവശത്തൊരു കസേരയിലായി അഭിയും ഇരുന്നു. അവളുടെ കരച്ചിലം നടങ്ങിയതിനു ശേഷം അഭി സംസാരിച്ചു തുടങ്ങി. ശ്രീജിത്തിനെ ഫോളോ ചെയ്ത് ഞാൻ നിന്റെ വീട്ടിലേക്ക് എത്തിയില്ലേ? അന്ന് തന്നെ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു. കാരണം ആ സന്ധ്യ നേരത്ത് നീ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകില്ലല്ലോ. മാത്രവുമല്ല നിന്റെ മുഖഭാവം എന്തോ കുഴപ്പം ഉള്ളതുപോലെ തോന്നിപ്പിച്ചു. തുടർന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആണല്ലോ സംഭവിച്ചതും. നീ ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചതിന് പിന്നാലെ ഞാൻ ആ വീടൊന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ബുക്കുകളും ഡയറികളും ഒക്കെ കണ്ടത്. നീ അത് കത്തിക്കാനായി കൊണ്ടുവന്നതാണല്ലേ? അഭി അവളെ നോക്കി. അതേ എന്നവൾ തല കുലുക്കി. മണ്ണെണ്ണയും തീപ്പെട്ടിയും ഒക്കെ പരിസരത്ത് നിന്നും കിട്ടിയിരുന്നു. കൃഷ്ണൻ തല കുമ്പിട്ടിരുന്നു. ശ്രീജിത്തിനെ അന്ന് രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലും പോയി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വൈകി. ഹോസ്പിറ്റലിലോ? അതെ. അന്ന് കൈവെട്ടി മുറിച്ചതൊക്കെ മറന്നുപോയോ? അഭി ചിരിച്ചു. പെട്ടെന്ന് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അവൾ അഭയുടെ കൈയിലേക്ക് നോക്കി. അവൾക്ക് കാണാൻ പാകത്തിന് അവൻ കൈ നീട്ടിക്കൊടുത്തു. മുട്ടിന് താഴെയായും ഷോൾഡറിനോട് ചേർന്നുമാണ് മുറിവുണ്ടായിരുന്നത്. കൃഷ്ണ മുറിപ്പാടിന്മേൽ തൻ്റെ കൈകളാൽ തലോടി. അന്ന് രാത്രി തന്നെ ഞാനത് മുഴുവനും വായിച്ചു. സത്യം പറഞ്ഞാൽ ഞാനും സഞ്ചരിക്കുകയായിരുന്നു കൃഷ്ണ, നിന്റെ സങ്കടങ്ങളിലൂടെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ. നീ കയ്യെത്തി പിടിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ആരോടും പങ്കുവെക്കാതെ ഉള്ളിലൊതുക്കിയ പ്രണയമൊക്കെ എൻ്റെ കൺമുന്നിൽ തെളിയുകയായിരുന്നു. അതൊരിക്കലും പ്രണയമായിരുന്നില്ല. കൃഷ്ണ ചിരിക്കാൻ ശ്രമിച്ചു. അഭി അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പ്രണയമാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഞാനൊരിക്കലും ഹരിയേട്ടനെ പ്രണയിച്ചിട്ടില്ല. ഹരിയേട്ടൻ എന്നെയും. ഒരു തരം നിസ്സംഗതയോടെ അവൾ പറഞ്ഞു നിർത്തി. ഹരിയേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നും കൂടെ വേണം എന്ന് പറയുമായിരുന്നു. ഞാൻ ഒരുപാട് തവണ ഒറ്റപ്പെട്ടപ്പോൾ തനിച്ചായി എന്ന് തോന്നിയപ്പോഴുമൊക്കെ നിനക്ക് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഹരിയേട്ടൻ എന്നെ ചേർത്ത് നിർത്തുമായിരുന്നു. ഞാൻ അറിയാത്തൊരു കാര്യം പോലും ഹരിയേട്ടൻ്റെ ജീവിതത്തിലില്ല. എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും ആദ്യം എന്നോട് പങ്കുവെക്കാനാണ് ഹരിയേട്ടൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഞാൻ ചെയ്ത പുണ്യം ഇങ്ങനെ ഒരു സൗഹൃദം എനിക്ക് കിട്ടിയത്. സൗഹൃദത്തെ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് വർഷങ്ങളോളം മനസ്സിലിട്ട് താലോലിച്ചു കൊണ്ട് നടന്നത് എൻ്റെ തെറ്റുകൾ എല്ലാം സ്വയം ഏൽക്കുകയാണോ? അഭി ചോദിച്ചു. കൃഷ്ണ പുഞ്ചിരിച്ചു. ഹരിയേട്ടൻ എന്നോട് തോന്നിയതും എനിക്ക് തിരികെ തോന്നിയതും വെറും ആകർഷണം മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ തമ്മിൽ എന്നെങ്കിലും ഒരിക്കൽ പിരിയണമല്ലോ എന്ന ചിന്ത ഉടലെടുത്തപ്പോൾ എന്തുകൊണ്ട് ജീവിതത്തിലും ഒന്നിച്ചുകൂടാ എന്നൊരു ബദൽ മാർഗം മനസ്സിൽ ഉദിച്ചു. അതിനെ പ്രണയം എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത്. നീ ഹരിയെ മീനാക്ഷിക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു, അഭിമന്യു പറഞ്ഞു. വിട്ടുകൊടുക്കാൻ ഒരിക്കലും എൻ്റെ സ്വന്തമായിരുന്നില്ലല്ലോ. ഞാൻ സമ്മതം എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒന്നായേനെ. അന്ന് ഹരിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം അതല്ല. ഹരിയേട്ടനെ മീനു ചേച്ചിയേക്കാൾ കൂടുതലായി പ്രണയിക്കാൻ വേറെ ആർക്കും പറ്റില്ല. അത്ര ആയത്തിലാണ് ചേച്ചി ഹരിയേട്ടനെ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുകയും ചെയ്തത്. അവർ തമ്മിലാണ് ഒന്നിക്കേണ്ടതും. അഭിയൊരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ കൃഷ്ണൻ? പറയും. എനിക്ക് മനസ്സിലായൊരു സത്യമാണ് നീ. ഹരിയിൽ നിന്നും അകന്നു പോകുന്നത് അവൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നിന്റെ സൗഹൃദവും സാന്നിധ്യവും എന്നും കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. നീ അവനെയും അവൻ നിന്നെയും പ്രണയിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. സൗഹൃദത്തിനും പ്രണയത്തിനും ഇടയിലുള്ള ഒരു ബിന്ദുവിലാണ് നിങ്ങൾ രണ്ടുപേർ നിന്നത്. കൃഷ്ണ അവൻ പറഞ്ഞ് തലകുലുക്കി സമ്മതിച്ചു. നിന്റെ മീനു ചേച്ചിയും ഞാനും ഒരേ ധ്രുവങ്ങളിലായിരുന്നു. വൺ സൈഡ് ലവ്, അഭി പറഞ്ഞു. കുറച്ചു നേരം രണ്ടുപേർ നിശബ്ദമായിരുന്നു. എനിക്ക് ഹരിയേട്ടനോടുള്ളിലൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും അഭിയേട്ടന് എന്നോട് സ്നേഹം തോന്നിയോ? കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു. മറുപടിയായി അവൻ ഉറക്കെ ചിരിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്തൊരിഷ്ടമാണ് നീയെന്ന്. എന്നെയും ഹരിയെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം നിന്നെ എൻ്റെ സ്വന്തമാക്കണം എന്ന് കരുതി വന്ന് പെണ്ണ് ചോദിച്ചത്. നിന്റെ ബുക്കുകൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഉള്ളിൽ ഭയമായിരുന്നു. നീ ഹരിയെ പ്രണയിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് തകർന്നു പോയി. വേദനയോടെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ എല്ലാം ഞാൻ വായിച്ചത്. എന്നാൽ വായിച്ചു തോറും എനിക്ക് ബോധ്യമായി പ്രണയമല്ല നിങ്ങൾക്കിടയിലുള്ളതെന്ന്. നീ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വെറും ഇൻഫാക്ചർ. നിങ്ങളുടെ ഇടയിൽ മറ്റാരും വരരുത് എന്നുള്ള പൊസസീവ്നെസ്, ഇവ രണ്ടും കൂടി കലർന്ന മനോഭാവത്തെ ഇരുവരും പ്രണയം എന്നു കരുതി. ഒരു പക്ഷേ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നെങ്കിലോ? കൃഷ്ണ ഒരു മറുചോദ്യം ചോദിച്ചു. അറിയില്ല, ചിലപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയേനെ, അവൻ മറ്റെവിടേക്കോ നോക്കി പറഞ്ഞു.
കൃഷ്ണ അബിയുടെ തോളിലേക്ക് തല ചായ്ച്ചു. ദൈവം എനിക്ക് വേണ്ടി വിധിച്ചത് അഭിയേട്ടനെയാണ്. ഹരിയേട്ടനു വേണ്ടി മീനു ചേച്ചിയെയും. അഭിമന്യു അവൾ പറയുന്നത് കേട്ടിരുന്നു. മീനു ചേച്ചി ഹൃദയം കൊടുത്ത് സ്നേഹിച്ചതാണ് ഹരിയേട്ടനെ. അതുപോലെയല്ലേ അഭിയേട്ടൻ എന്നെ സ്നേഹിച്ചതും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ തമ്മിൽ അല്ലേ ചേരേണ്ടത്? കൃഷ്ണ അവൻ്റെ കൈവിരലുകളെ കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ്ണ, അഭി പതിയെ വിളിച്ചു. എന്താ അഭിയേട്ട? അവൻ്റെ തോളിൽ ചാരിയിരുന്നവൾ വിളി കേട്ടു. നീ പലപ്പോഴും പറഞ്ഞില്ലേ ഹരിയുടെ ഹൃദയസഖിയാണ് കൃഷ്ണ എന്ന്. ഹരിയേട്ടൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. മറ്റാർക്കും നൽകാത്തൊരു സ്ഥാനം. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷേ എൻ്റെ ഹൃദയം തന്നെ നീയായിരുന്നു കൃഷ്ണ. എൻ്റെ ഹൃദയം തുടിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ്. കൃഷ്ണ മുഖമുയർത്തി അഭിയെ നോക്കി. അവൻ്റെ കൺകോണിൽ നിർത്തിളക്കം അവൾ ശ്രദ്ധിച്ചു. കൃഷ്ണയുടെ ഹൃദയം മിങ്ങി. ആദ്യമായാണ് അഭിമന്യുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞവൾ കാണുന്നത്. കൃഷ്ണ അഭിയുടെ കൈകളിൽ പിടുത്തം മുറക്കി. അവൾക്ക് അഭിയുടെ കണ്ണു നിറഞ്ഞ കണ്ണുകളെ തൻ്റെ കൈയാൽ തുടക്കണം എന്ന് തോന്നി. അവനൊന്നും മുറുക്കി ചേർത്ത് പിടിക്കാൻ അതിയായ ആഗ്രഹം തോന്നി. കൃഷ്ണയുടെ ഹൃദയത്തിൽ പ്രണയം തുളുമ്പി. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. തൻ്റെ കണ്ണുകളെ മറക്കാൻ എന്നോണം അഭിമുഖിച്ച് ഇരിച്ചു. അല്പനേരത്തിനു ശേഷം കൃഷ്ണയുടെ കൈകളെ വിടുവിച്ച് അവൻ എഴുന്നേറ്റു. കൃഷ്ണ അവനെ തന്നെ വീക്ഷിച്ചുകൊണ്ട് കട്ടിൽ ഇരുന്നു. എന്തെങ്കിലും കഴിക്കണ്ടേ? അവൻ കണ്ണുകൾ തിരുമ്പിക്കൊണ്ട് ചോദിച്ചു. മറുപടി ഒരു മൂളിൽ ഒതുക്കി കൃഷ്ണ എഴുന്നേറ്റു. പരസ്പരം ഒന്നും മിണ്ടാതെ ഇരുവരും താഴേക്ക് ഇറങ്ങിച്ചെന്നു. താഴേക്ക് ചെല്ലുമ്പോഴേക്കും ജാനകി കഴിക്കാനായി പാത്രങ്ങൾ നിരത്തുകയായിരുന്നു. കൂടെ ചേട്ടത്തിമാരുമുണ്ട്. കൃഷ്ണയും അവരോടൊപ്പം കൂടി. എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിപ്പുറപ്പിച്ചു. കഴിക്കുന്നതിനിടയിൽ കൃഷ്ണ അഭിയെ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്ത് ചെറിയൊരു വാട്ടം പോലെ തോന്നിച്ചു. ഭക്ഷണം കഴിച്ച് പകുതി ആകെപ്പോയേക്കും അഭിമന്യുവിൻ്റെ വീട്ടുകാർ ആരൊക്കെയോ അവനെ കാണാനായി വന്നു. എന്താ പ്രശ്നമെന്ന് തോന്നുന്നു. അവർ വന്ന് വിവരം അറിയിച്ചതും അഭി അവരോടൊപ്പം പുറത്തേക്ക് പോയി. കൃഷ്ണയും പകുതിക്ക് വെച്ച് തന്നെ ഭക്ഷണം കഴിപ്പ് നിർത്തി. എന്നാൽ മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ട് അവൾ ഒപ്പം ഇരുന്ന് കഴിച്ചെന്ന് വരുത്തി. എല്ലാവരും കഴിച്ചതിന് ശേഷം ഏട്ടത്തിമാരോടൊപ്പം കൃഷ്ണ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെച്ചു. അഭിമന്യുവിന് കഴിക്കാനുള്ള ആഹാരം മേശമേൽ മൂടിവെച്ച് അവൾ ഡൈനിങ് ടേബിളിന് അടുത്തുള്ള ചെയറിൽ ഇരുന്നു. മോൾ പോയി കിടക്കാൻ നോക്ക്. അവൻ ഇനി വരുമ്പോൾ ഒരു നേരമാകും, ജാനകി കൃഷ്ണയോട് പറഞ്ഞു. സാരമില്ല അമ്മേ, അഭിയേട്ടൻ വന്നിട്ട് ഞാൻ കിടന്നോളാം. ഭക്ഷണം പോലും ശരിക്ക് കഴിക്കാതെ പോയതല്ലേ, അവൾ നിരാശയോടെ പറഞ്ഞു. അവൻ അങ്ങനെയാ മോളെ, പുറത്തേക്ക് പോയാൽ ഇനി വരുമ്പോൾ നേരം വിളക്കും. അതുവരെ ഉറക്കമിളച്ചിരിക്കണ്ട, മോള് ചെന്ന് കിടക്കാൻ നോക്ക്. അവർ അവളെ നിർബന്ധിച്ച് മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ അഭിയുടെ കണ്ണുകൾ നിറഞ്ഞ രംഗമാണ് അവൾ കുറച്ചു നേരം ബാൽക്കണിയിൽ പോയി നിന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും അകത്ത് കട്ടിൽ വന്നിരുന്നു. അഭി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. കൃഷ്ണ കണ്ണുകളടച്ച് കട്ടിലിലേക്ക് ചാരിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ നോട്ടം ക്ലോക്കിലേക്ക് നീളുന്നുണ്ടായിരുന്നു. സമയം 12 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയായിട്ടും അഭിയേട്ടൻ തിരികെ വന്നിട്ടില്ല. അവൾക്കുള്ളിൽ ചെറിയൊരു ആദ്യ തോന്നി. ഒന്ന് ഫോൺ ചെയ്താലോ എന്ന് കരുതിയതും താഴെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. ഉടനടി തന്നെ അവൾ സ്റ്റെപ്പ് ഓടിയിറങ്ങി താഴേക്ക് ചെന്നു. ജനലിലൂടെ നോക്കി. അഭിമന്യു തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം വാതിൽ തുറന്നു.